പ്രൈസ് ലോർഡ്. ദി ഷെപ്പേർഡ് ഹാർട്ട് 161 എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 2 ശമൂവേൽ 9:7 ദാവീദ് അവനോട്, നീ ഭയപ്പെടേണ്ട, അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കി നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. വിശുദ്ധ തിരുവെഴുത്തിൽ ഭയപ്പെടേണ്ട എന്ന് 36ാമത് തവണ നാം കാണുന്നത് 2 ശമൂവേലിന്റെ പുസ്തകത്തിലാണ്. 2 ശമൂവേലിൽ ഒരു പ്രാവശ്യമാണ് ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ദാവീദ് ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശെത്തിനോട് പറയുന്നതാണ്, നീ ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ശൗലിന്റെ ഗൃഹത്തോട് നിന്നോട് ഞാൻ കരുണ കാണിക്കുന്നു. നിന്റെ നിലമൊക്കെ ഞാൻ മടക്കി തരുന്നു. നിത്യം എൻ്റെ കൊട്ടാരത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് നീ ജീവിച്ചു കൊള്ളണം എന്ന് അവനോട് പറയുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഒരിക്കൽ ശൗൽ രാജാവ് തൻ്റെ മകനായ യോനാഥാനോട് പറഞ്ഞു, ദാവീദ്, ഇശ്ശായിയുടെ മകനായ ദാവീദ് പ്രബലനായിരിക്കുന്നിടത്തോളം നിന്റെ രാജ്യത്വം ഉറക്കുകയില്ല. എന്നാൽ യോനാഥാൻ ദാവീദിന്റെ ഉറ്റ സുഹൃത്തായിരുന്നല്ലോ. ദൈവം ശൗലിന് ശേഷം ഇസ്രായേലിനെ നയിക്കുവാൻ തിരഞ്ഞെടുത്തത് ദാവീദിനെയാണ്. എന്നാൽ ശൗലും തൻ്റെ മക്കളൊക്കെയും പടയിൽ പട്ടുപോയി. അങ്ങനെ ദാവീദ് ഇസ്രായേലിന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ താൻ തിരക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ 9 അധ്യായം 1 വാക്യത്തിൽ വായിക്കുന്നത്. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിക്കുമോ എന്ന് അന്വേഷിച്ചു. ശൗലിന്റെ കുടുംബത്തിൽപ്പെട്ട സീബ എന്ന വ്യക്തി ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് 2 കാലം ഉടന്തനായ മെഫീബോശെത്ത് എന്നൊരു വ്യക്തി, അതായത് യോനാഥാന്റെ മകൻ, ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കുന്നു. അങ്ങനെ ഈ മെഫീബോശെത്തിനെ കൊട്ടാരത്തിൽ കൊണ്ടുവരികയും താൻ അവിടെ ജീവിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ തക്കം പാർത്ത് നടന്ന വ്യക്തിയാണ്. അത് യോനാഥാനോട് വ്യക്തമായി പറയുന്നുണ്ട്. എങ്കിൽ പോലും അത് കണക്കിടാതെ ദാവീദ് യോനാഥാൻ നിമിത്തം ശൗലിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെ മാനിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതിയതായി തീർന്നു. പലരും പലപ്പോഴും പ്രയാസത്തിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവേ, ഇതെന്തുകൊണ്ട്, എങ്ങനെ, തലമുറയുടെ ശാപമാണോ ഭാവമാണോ എന്നൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യാറുണ്ട്. വചനം പറയുന്നു, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായി തീർന്നു. കാലം ദൈവസന്നിധി നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ക്ലേശത്തിൽ നിന്നും ഭാരത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ വിടുവിപ്പാൻ, നമ്മെ രക്ഷിപ്പാൻ, നമ്മെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ആ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? പരിശുദ്ധ പിതാവേ, നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പക്കാലം നിന്റെ വചനം കേൾക്കുന്ന അങ്ങനെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഏത് അനുഭവങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും അതിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, ദൈവത്തിൻ്റെ ഒരു ഫേവർ, ദാവീദ് യോനാഥാൻ നിമിത്തം മെഫീബോശെത്തിനെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ നന്മകൾ മൂലം, ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി മൂലം ഞങ്ങളുടെ തലമുറ ദൈവത്താൽ മാനിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ട്. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.